പാറമേക്കാവിൽ കുടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി അടിയന്റെ ജന്മമാ കോല കുടയ്ക്കും നീ അമരപദം നൽകൂ അമ്മേ അമരപദം നൽകൂ പാറമേക്കാവിൽ കുടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി അടിയന്റെ ജന്മമാ കോല കുടയ്ക്കും നീ അമരപദം നൽകൂ അമ്മേ അമരപദം നൽകൂ. സപ്തസിന്ധുക്കളാ തന്ത്രിവരിഞ്ഞൊരീ സപ്തസിന്ധുക്കളാ തന്ത്രിവരിഞ്ഞൊരീ വിശ്രുതമണി വീണ കൈയേന്തി ഹൃദ്യസ്വരസ്വയം മീട്ടുന്ന നിന്നാദരിക്കേലുണരാവു ഞാൻ ദേവി നിൻ ചിത്തമായി പുലരാവു ഞാൻ. പാറമേക്കാവിൽ കുടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി അടിയന്റെ ജന്മമാ കോല കുടയ്ക്കും നീ അമരപദം നൽകൂ അമ്മേ അമരപദം നൽകൂ. സന്ധ്യകൾ കുങ്കുമകുരുതിയാടും യുഗസംക്രമ ഗോപുര തിരുനടയിൽ ജീവന്റെ കിളികൾക്ക് അക്ഷതമൂട്ടുവാൻ നീയുണർന്നിരിക്കുന്നു ദേവി കൈവളകിലുന്നു. പാറമേക്കാവിൽ കുടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി അടിയന്റെ ജന്മമാ കോല കുടയ്ക്കും നീ അമരപദം നൽകൂ അമ്മേ അമരപദം നൽകൂ. പാറമേക്കാവിൽ കുടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി അടിയന്റെ ജന്മമാ കോല കുടയ്ക്കും നീ അമരപദം നൽകൂ അമ്മേ അമരപദം നൽകൂ. താങ്ക് യു. ഈ ഭക്തിഗാനം എസ് രമേശൻ നായർ, വളരെ പ്രശസ്തനായ ഗാനരചയിതാവ്, രചിച്ച് പി കെ കേശവൻ നമ്പൂതിരി അദ്ദേഹം സംഗീതം നൽകി ഭാവഗായകൻ ജയചന്ദ്രൻ ആലപിച്ച പുഷ്പാഞ്ജലി എന്ന വളരെ പ്രശസ്തമായ ഒരു ആൽബത്തിലെ ഗാനമാണ്. തൃശ്ശൂരിലെ
പാറമേക്കാവിനെക്കുറിച്ചും തിരുവാമ്പാടിയെക്കുറിച്ചും വടക്കുന്നാഥനെക്കുറിച്ചൊക്കെ രമേശൻ നായർ എഴുതി വളരെ പ്രശസ്തമായ ഒരു ആൽബം. അത് പ്രത്യേകിച്ച് ഇവിടെ പറയുവാൻ കാരണം ഈ PK കേശവൻ നമ്പൂതിരി ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ളതാണ്. ധാരാളം ലളിത സംഗീതങ്ങളും ഭക്തിഗാനങ്ങൾക്കും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ഈ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ അഭിമാനമായ അദ്ദേഹം ഇന്നലെയാണ് രാവിലെ നമ്മളെ വിട്ടുപോയത്. അദ്ദേഹം ഇവിടെ വിവേകോദയം സ്കൂളിൻ്റെ അടുത്ത് കൃഷ്ണ ഗാർഡൻസിലായിരുന്നു താമസം. ഈ ഗാനം അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളിവിടെ സമർപ്പിക്കുകയാണ്. ഇത് വളരെ ഭംഗിയായി ഇവിടെ ആലപിച്ചത് ശ്രീ മധു ആനല്ലൂർ. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ഓഡിറ്ററാണ്. ധാരാളം കലാസാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹിയാണ്. ഇപ്പോൾ അടുത്താണ് അദ്ദേഹം ആഫ്രിക്കയിൽ നിന്നും ഇവിടെ വന്നത്. 24 മണിക്കൂറിൽ 22 മണിക്കൂറും ജോലിയിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി അതിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹം ഈ തിരക്കിൻ്റെ ഇടയിലും ഈ സംഗീതത്തിന് വേണ്ടി സ്വല്പനേരം ഒഴിഞ്ഞു വെച്ച് ഇത്രയും വളരെ ഭംഗിയായിട്ട് ധാരാളം ഗാനങ്ങൾ അദ്ദേഹം ആലപിക്കും. മാത്രമല്ല നാദബ്രഹ്മം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റി കൂടിയാണ് അദ്ദേഹം.